എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവരെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സമയം ഒരിക്കൽ തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കണ്ട കേട്ടല്ലോ. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ട് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ടൊക്കെ അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊള്ളുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായിട്ട് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് വളരെ തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാർക്ക് ജീവിത വിജയത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ചതയം നക്ഷത്രത്തെപ്പറ്റി പറയുമ്പോഴേ 100 വൈദ്യന്മാരുടെ നക്ഷത്രം എന്ന് വെച്ചാൽ 100 നക്ഷത്രങ്ങളുടെ തിളക്കം എന്നൊക്കെ പറയാറുണ്ട് പൊതുവെ. അതായത് അവരുടെ ചതയ നക്ഷത്രക്കാരുടെ ജീവിതം ഒരു ആഴക്കടൽ പോലെയാണ്. നിങ്ങളുടെ എന്തെങ്കിലും ബന്ധുക്കളൊക്കെ ചതയ നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക, ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ട്. മുകളിൽ ശാന്തമെങ്കിലും ഉള്ളിൽ ഒത്തിരി അറിവുകളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. രാഹു ഭരിക്കുകയും സമുദ്രദേവനായ വരുണൻ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ നക്ഷത്രം 100 വൈദ്യന്മാരുടെ നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്കവരെ കാണുമ്പോൾ അവർ കടൽ പോലെയാണ്. കടൽ മുകളിൽ ശാന്തമാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാണ് കാണുക, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കരുത്തുകളും ബലഹീനതകളും ഒക്കെ ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ കരുത്തുകളെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നിശബ്ദനായ ഒരു ദീർഘദർശി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സത്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാണ്. സത്യമേവ ജയത എന്നത് നിങ്ങളുടെ ഒരു ജീവിത മുദ്രാവാക്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ചതയ നക്ഷത്രക്കാരെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ. അവർ ഒരിക്കലും എപ്പോഴും അവരെന്താണോ അവരുടെ ഒരു ഐഡിയോളജി, അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാൻ അവർ തയ്യാറാവത്തില്ല. അതിനുവേണ്ടി ഏതറ്റം വരെ അവർ പോകും. അതാണ് അവരുടെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ഈ ഒരു നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ഈ ശ്രദ്ധയിൽ ഇത് പെടുത്തിയാൽ അവർക്കത് ഉപകാരപ്രദമായിരിക്കും. ഇനി അതീന്ദ്രിയ ജ്ഞാനം, അതായത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു 3-ാം കണ്ണുണ്ട് എന്ന് പറഞ്ഞില്ല. അതായത് അതൊരു വളരെ സത്യമായൊരു കാര്യം. ഞാൻ പല ചതയ നക്ഷത്രക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അവർ ചതയ നക്ഷത്രക്കാരൊക്കെ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് നിങ്ങളവരുടെ കള്ളത്തരമൊക്കെ പറയാമെന്നിരിക്കുക. അവർക്കതൊരു എന്താ പറയുക എന്ന് വെച്ചാൽ അവരത് മനസ്സിലാക്കും, നിങ്ങളത് കള്ളത്തരമാണ് പറഞ്ഞതെന്ന്. അതാണ് ഈ 3-ാം കണ്ണെന്ന് പറയുന്നത്. ഞാനത് വളരെ പ്രത്യേകമായിട്ട്, അതുപോലെ അവരെന്തെങ്കിലും ഊഹിക്കത്തില്ലേ, ഇങ്ങനെയായിരിക്കും ആ കാര്യം നടന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അവരുടെ മനസ്സിൽ കൂടെ അങ്ങനെ സ്പാർക്ക് ചെയ്യുന്നത് വളരെ കറക്റ്റായിരിക്കും. അച്ചട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അച്ചട്ടായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർ ഈ ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഇവർ പലരും അല്ലെങ്കിൽ ഭൂമിയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ അവർ ഒരു ദീർഘദർശനത്തെ അവർക്ക് സ്പാർക്ക് ചെയ്തതിൻ്റെ ഇതിലായിരിക്കും അവരത് എടുത്തിട്ടുണ്ടാവും. അപ്പം അവർക്കത് വളരെ നല്ലൊരു അവസ്ഥയിലേക്ക് അത് പിന്നെ എത്തിച്ചേരുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആ 3-ാം കണ്ണ് അവരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ചതയുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ സൗഖ്യം പകരുന്ന കൈകൾ, വൈദ്യശാസ്ത്രത്തിലായാലും സാങ്കേതിക വിദ്യയിലായാലും വാക്കുകളിലായാലും തകർന്നതിനെ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതായത് നിങ്ങളൊരു ഡോക്ടറാണെന്നിരിക്കട്ടെ, അപ്പോൾ അതായത് നമ്മുടെ ഈ കഴിവിനോടൊപ്പം തന്നെ കൈപുണ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ ഒരു വൈദ്യശാസ്ത്ര രംഗത്ത് ഡോക്ടറോ നേഴ്സോ ഒക്കെ ആണെങ്കിൽ ആ ഒരു നിങ്ങളുടെ നോളജിന് ഉപരിയായിട്ട് ആ കൈപുണ്യത്തിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കേടായി പോയിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അവരുടെ ഒരു കഴിവുണ്ടല്ലോ. അത് വസ്തുക്കളായാലും കൊള്ളാം, അതല്ല ലോജിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിലും കൊള്ളാം. അവർക്കത് വളരെ പെട്ടെന്ന് അവരൊരു പ്രോഗ്രാമറാണെന്ന് ഇരിക്കുക, അത് വളരെ പെട്ടെന്ന് അതിനെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ, യന്ത്രങ്ങളുടെ ഡിസൈനുകൾ അങ്ങനെയുള്ള സ്ഥലത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ പെട്ടെന്ന് പരിഹരിച്ചെടുക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില
എൻജിനീയർമാരൊക്കെ നമുക്ക് ഈ ചതയ നക്ഷത്രത്തിലായിട്ടുള്ള ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ആ ഒരു കഴിവ് അവർക്കുള്ളതായിട്ട് ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥിരചിത്തത, അതായത് കടലിൻ്റെ ഉപരിതലം പോലെ നിങ്ങൾ ശാന്തനാണ്, പക്ഷേ ഉള്ളിൽ ഉരുക്കുമറ പോലെയുള്ള ഒരു ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ട്. അപ്പം നമ്മൾ അവരെ കാണുമ്പോൾ തോന്നും അവർ വെറുതെ ഇരിക്കുന്നു, പക്ഷെ അവരുടെ ഉള്ളിലൊരു അതിഭയങ്കരമായ അതിശക്തമായ ഒരു ഇച്ഛാശക്തി അവർക്ക് ഉള്ളിലുണ്ട്. എന്തും നടപ്പാക്കാൻ അവർ വിചാരിച്ചാൽ അവർ നടപ്പാക്കിയിരിക്കും. അത് മാത്രമല്ല, അവർ നടപ്പാക്കിയിരിക്കുന്നത് മാത്രമല്ല, അതിനുവേണ്ടി ദൈവം അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം അവർക്ക് ഒഴിവ് വരും. ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് തോന്നുക ഇവരെങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ ദൈവം തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവരതിനുള്ള കഴിവുണ്ട്. അതൊരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നാൽ നിങ്ങളുടെ ഒരു ബലഹീനതകളെ പറ്റി പറയുവാണെങ്കിലേ, ആ മറയ്ക്കപ്പെട്ട ഹൃദയം ചതയത്തിൻ്റെ അടയാളം ഒരു ഒരു എം ടി സർക്കിൾ എന്ന് വേണേൽ പറയാം. ഇത് നിഗൂഢമായ നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൽ എന്താണ് അവർ വിചാരിക്കുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് അവർ നിങ്ങളോട് അന്ന് റിവീൽ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മനസ്സിലായി, അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അവർ മനസ്സിലായില്ലേ. അപ്പോൾ അവരൊരു മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരും കൂടി ആയിരിക്കും. മനസ്സിലായില്ലേ. അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതൊന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ജോലിക്ക് അയാളുടെ കൂടെ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ എന്താണ് അതിൻ്റെ ആന്തരികമായി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് കുറച്ചുകൂടെ അറിയാമെങ്കിൽ നമുക്കതനുസരിച്ച് ചെയ്യാൻ പറ്റുമല്ലേ. പക്ഷെ ആ ഒരു നോളജ് ചിലപ്പോൾ അവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കില്ല. അപ്പം അതൊരു അത് അവരുടെ ഒരു സ്വഭാവമാണ് അങ്ങനത്തെ. അപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാടൊക്കെ അവർ പറയുന്ന പോലെ ആവാതെ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും ചിലപ്പോൾ കേട്ടോ. നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ഉണ്ടെങ്കിൽ, ചതയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതങ്ങനെ തന്നെ ആയിരിക്കും. അത് വളരെ പ്രത്യേകമാണത്. അപ്പോൾ അത് പിന്നെ ഒരു വാശി, ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ഉണ്ടല്ലോ, അത് മല പോലെയാണ് അതിലവർ ഉറച്ചു നിൽക്കുന്നത്. അത് അൺവാണ്ടഡ് ആയിട്ട് അവർ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ട്. അതായത് അത് അവരുടെ വാശിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കത് നന്നായിട്ട് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വെറുതെ അൺവാണ്ടഡ് ആയിട്ട് ഇങ്ങനെ വാശി പിടിച്ച് അതുമേ ഇങ്ങനെ പിടിച്ചിരിക്കും ഇങ്ങനെ. അതിന് പിന്നെ ഒരു മാറത്തില്ല. അതാണ് സംഭവം. അതുപോലെ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇങ്ങനെ ഉലാത്തുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ ആ സ്പേസ് കറക്റ്റാക്കാൻ അവർക്കത് ആവശ്യമാണ്. അവരുടെ ചിന്തകൾ പെർഫെക്റ്റ് ആക്കാൻ ആ ഏകാന്തത അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളായിരിക്കും അവർ എൻ്റെ ഗമയിലിരിക്കുകയാണ്, ഒരിക്കലും അല്ല. അവരുടെ ആ ഒരു മെൻ്റൽ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റും പെർഫെക്റ്റും ആവുന്നത് കുറച്ച് നേരം അവരെ ചുമ്മാ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ചതയങ്കാരുണ്ടെങ്കിൽ അവരങ്ങനെ ഇരിക്കുവാണെങ്കിൽ അവരതിനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ വേണ്ടി അവർ വിടുക. അത് നന്നായിരിക്കും കേട്ടോ. ഇനി മൂർച്ചയുള്ള വാക്കുകൾ. ദേഷ്യം വന്നാൽ പിന്നെ നിങ്ങളുടെ വാക്കുകൾക്കൊരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ കത്തി പോലെയാണ്. എന്നാൽ കൃത്യം ആയിരിക്കും, വേദന ഉണ്ടാക്കുന്നതായിരിക്കും. അവർ ഭയങ്കരമായിട്ട് അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക. അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പറയുന്ന വാക്കുകളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. അതങ്ങനെ കീറി മുറിക്കുന്ന പോലത്തെ വാക്കുകൾ അവർ പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുള്ളൂ. ചതയൻകാരായ ഒരുപാട് പേരെ എനിക്കറിയാം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളത്. ഇനി വിജയത്തിലേക്കുള്ള വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ, സുവർണ കാലഘട്ടം നിങ്ങളുടെ സുവർണമായൊരു കാലഘട്ടത്തെപ്പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഒരു സങ്കീർണമായ മേഖലകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ വിജയം ഉണ്ടാവുക. എൻജിനീയറിങ്, ഗവേഷണം, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധപ്പെട്ടത്, ഇലക്ട്രോണിക്സ്, ബഹിരാകാശ ശാസ്ത്രം, സൈക്കോളജി, അതുപോലെയൊക്കെയുള്ള ഈ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നിങ്ങൾ വൻ വിജയം. കാരണം അതിസങ്കീർണമായ കാര്യങ്ങൾ പരിശോധിക്കാനും അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ അതിവേഗം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ജന്മനാലെ തന്നെയുണ്ട്. ഞാൻ മനസ്സിലായി. പ്രത്യേകിച്ച് എൻജിനീയറിംഗ് ഫീൽഡിലുള്ള പലരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത്. വളരെ പെർഫെക്റ്റ് ആയിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ. അതായത് അവരെന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ മൾട്ടിപ്പിൾ ലെയറുകളിലുള്ള ഒരു സേഫ്റ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം, ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചിന്ത പോകും അവരുടെ. അത്ര മൾട്ടിപ്പിൾ ലെയറുകളിലുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ടായിരിക്കും അവർ ആ സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കുന്നത്. അതൊരു സംഭവമാണ്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അത് ശ്രദ്ധിച്ചുള്ളൂ കേട്ടോ, അവരെ ഭാവി പഠനം കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട്. ഇനി പ്രചോദനാത്മകമായൊരു സമയം, ഒരു ജ്യോതിഷപ്രകാരം ഒരു 34 വയസ്സ് വരെ നിങ്ങൾക്ക് ഭയങ്കര വെല്ലുവിളിയായിരിക്കും ജീവിതത്തിൽ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പകാലമൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുകൾ, നല്ല അവസ്ഥയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും അവർക്കത്. പക്ഷെ എന്നാൽ അത് നിങ്ങളെ രാഗി മിനുക്കി നല്ല ദൃഢമായ ഒരു മനുഷ്യരാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി 34 വയസ്സിന് ശേഷം ഒരു സുവർണ കാലമാണ്.
പിന്നെ അങ്ങോട്ട് അവർക്ക് കയറ്റം തന്നെയായിരിക്കും. 35 മുതൽ 50 വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനം വലിയ വിജയങ്ങളെയും സാമ്പത്തികമായ ഒരു സുസ്ഥിരതയും അവർക്കുണ്ടാവും. അങ്ങോട്ട് നിങ്ങൾ കയറ്റം തന്നെയായിരിക്കും. ചിലപ്പോൾ അവർക്കൊരു 50 ഇയേഴ്സൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് നല്ലത്, പക്ഷെ അത് അവർക്ക് വരിക തന്നെ ചെയ്യും. ഇനി മറ്റൊരു കാര്യം, ഇവർക്ക് എത്ര വയസ്സായാലും, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊരു 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സായാൽ പോലും ഇവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം വിചാരിച്ചു, ചിലപ്പോൾ അതൊരു 80 വയസ്സിലായിരിക്കും. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ സാധാരണ ഇതിൽ ആ പ്രായത്തിൽ ആളുകൾ ചെയ്യാത്തതും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ആ 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, ചിലപ്പോൾ 90 വയസ്സിൽ അവർ നടപ്പാക്കും. അതാണ് അവരുടെ പ്രത്യേകത. അതവർക്ക് ദൈവം അവരുടെ കൂടെ നിൽക്കും. അവരൊരു കാര്യം വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ഈ പ്രായത്തിൽ ഇവരിത് എങ്ങനെ ചെയ്യുന്നതായിരിക്കും, അവരത് നടപ്പാക്കിയിരിക്കും. ഉറപ്പായ കാര്യമാണ് അത്. എനിക്ക് നേരിട്ടറിയാവുന്ന പല ആളുകളും അങ്ങനെയുണ്ട്. അദ്ദേഹം അവരുടെ കാര്യങ്ങൾ ഓക്കെ. അതാണ് സംഭവം. ഇനി ആരോഗ്യത്തിലേക്കൊക്കെ വന്ന് ജലം തന്നെയാണ് നിങ്ങളുടെ ഒരു മരുന്ന്. അതായത് ജലവുമായിട്ടുള്ള സമ്പർക്കം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലം നിങ്ങൾക്ക് അമൃത് പോലെയാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ പകുതി രോഗങ്ങളെ മാറ്റും. എന്നാൽ രാത്രിയിലൊക്കെ തണുത്ത പാനീയങ്ങളൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പം നിങ്ങളെപ്പോഴും നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. കാരണം നിങ്ങൾ ഉണ്ടാകുന്ന പല അസുഖങ്ങളും നല്ലോണം നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിൽ കൂടെ തന്നെ പലതും നിങ്ങളുടെ അസുഖങ്ങൾ മാറും. ഇതൊരു മുറിവൊക്കെ ഉണ്ടായ വെള്ളത്തിൽ നല്ലോണം കഴുകിയാൽ തന്നെ ചിലപ്പോൾ അതൊക്കെ കരിഞ്ഞെന്ന് വരാം, മരുന്നൊന്നും ഉപയോഗിക്കാതെ. ഞാനൊരു ഇൻഡിക്കേഷൻ പറഞ്ഞതാണ്. അതുപോലെ ശ്വാസക്രമത്തിലേക്ക് വന്നാൽ വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തിന് മാത്രമല്ല ആത്മീയമായ ഒരു ഉണർവിനും ഒക്കെ അത് നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞത് നേരത്തെ 100 വൈദ്യന്മാരുടെ കാര്യം പറഞ്ഞില്ല. ഈ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചികിത്സാ രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആധുനിക വൈദ്യശാസ്ത്രം, അലോപ്പതിയും അതോടൊപ്പം തന്നെ പുരാതന രീതികൾ, ട്രഡീഷണലായ മെത്തേഡ്സ്, ആയുർവേദം പോലെയുള്ള കാര്യങ്ങൾ സമന്വയിപ്പിച്ച് നിങ്ങൾ ചികിത്സിക്കുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ സുഖം നൽകുന്ന ഒരു ഇതാണ്. അതായത് ഇവർക്ക് അലോപ്പതി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പരമ്പരാഗതമായ ഹീലിംഗ് മെത്തേഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യും. അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഈ ആയുർവേദ ചിട്ടകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവർക്ക് നന്നായിട്ട് അവർക്ക് ഗുണം ചെയ്യും, ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീവിത പങ്കാളി തിരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നോക്കാം. ഈ ചതയ നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവരുടേതായ ഒരു സ്പേസ് ആവശ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ വേണം കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് രോഹിണി, തിരുവോണം നക്ഷത്രക്കാരൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായിരിക്കും. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ ചില സമയത്തൊക്കെ ചിന്തിച്ചിരിക്കുക, അതുപോലെ ഇങ്ങനെ വാശി പിടിക്കുക, അതുപോലെ ആ ദിഷണാശക്തി ഒക്കെ എടുക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇത് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിൽക്കുന്നൊരു പങ്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ രോഹിണി തിരുവോണമൊക്കെ പറഞ്ഞെങ്കിലും പ്രായോഗിക തലത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പൂയം നക്ഷത്രവും അവർക്ക് കുറച്ച് മാച്ചാണ് കേട്ടോ. അത് നമ്മളുടെ ഒരു കണക്ക് പ്രകാരം അങ്ങനെ പറയുന്നില്ലെങ്കിലും പ്രായോഗിക തലത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഒരുപാട് നിരീക്ഷണത്തിൽ കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി തുറന്ന സംസാരം, നിങ്ങളുടെ വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കാതെ പങ്കാളിയോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിശബ്ദത സ്നേഹക്കുറവല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങളിങ്ങനെ നിശബ്ദതയിരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കും. നിങ്ങളത് തുറന്ന് പറയുക, അത് അവരോട്. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാനും നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഈ കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വസ്തരായ ആളുകളോട് നിങ്ങളുടെ പങ്കാളിയോടൊക്കെ നിങ്ങളത് പറയുക, ഇന്ന കൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് പറയുക. അത് വളരെ നന്നായൊരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാൻ വേണ്ടി സഹായിക്കും. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഈ ചതയം നക്ഷത്രക്കാരുടെ ഒരു ജീവിതം നമുക്കൊരു വേണമെങ്കിൽ അവരുടെ അച്ചടക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, അതായത് നമ്മുടെ ശ്രീരാമൻ്റെ ഒരു ജീവിതമായിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് കണക്ട്. പക്ഷേ ശ്രീരാമൻ ചതയമല്ല, അദ്ദേഹം പുണർന്ന നക്ഷത്രക്കാരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണ് സംഭവിച്ചത്? രാജ്യം നഷ്ടപ്പെട്ടിട്ടും വനവാസത്തിന് വേണ്ടി പോകേണ്ടി വന്നിട്ടും അദ്ദേഹം തൻ്റെ ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും മാറിയില്ലല്ലേ. ആ ധർമ്മം അദ്ദേഹം മുറുകെ പിടിച്ചു. എന്നാൽ ആ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ധർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വന്ന് അദ്ദേഹം കിരീടധാരണം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ തത്വങ്ങൾക്കായി നിങ്ങൾ സഹിക്കുന്ന കഷ്ടപ്പാടുകളിൽ വലിയൊരു വിജയകിരീടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമ്മാനിക്കും. അതാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാനുള്ളൊരു ഉദാഹരണം പറയുന്നു കേട്ടോ. ഇനി അതുപോലെ തന്നെ അതായത് നിങ്ങളുണ്ടല്ലോ, ഈ അർജുനനും ഗാന്ധിയും, അത് വേറൊരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ നോക്കാം.
അതായത് മഹാഭാരതത്തിൽ വരുണദേവനാണല്ലോ ഈ അർജുന് ഗാണ്ഡീവം എന്ന് പറഞ്ഞ വില്ല് കൊടുക്കുന്നത്. അതായത് നിങ്ങളൊരു വലിയ കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങളും സഹായങ്ങളും നൽകും. അത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അവരൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മളേക്ക് ഇവരിതെങ്ങനെ ചെയ്യും? അവർക്ക് ആ പ്രകൃതി തന്നെ അവർക്ക് അതിനുള്ള ഒരു ഒരു സംഭവം അവർക്ക് ചെയ്തു കൊടുക്കും. ഒന്നല്ലെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായ സ്ഥലത്തുനിന്ന് ഒന്നുകിൽ ലോട്ടറി അടിക്കാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓഹരി വിപണിയിൽ ചിലപ്പോൾ അവർക്ക് വലിയൊരു ലാഭം കിട്ടാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിക്ഷേപം അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് ഭൂമി ചിലപ്പോൾ അതായിട്ട് അവർ വിചാരിക്കാത്ത ഒരു സംഭവത്തിൽ നിന്ന് അവർക്ക് പണമൊക്കെ ചിലപ്പം വരും. മനസ്സിലായില്ലേ? വിചാരിക്കാത്ത ആളുകളുടെ നിന്ന് സഹായങ്ങൾ അവർക്ക് കിട്ടാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ ചതയുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ശക്തി നിങ്ങൾ തിരിച്ചറിയുക കേട്ടോ. നിങ്ങളുടെ മക്കളൊക്കെ ചതയുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറയുവാണെങ്കിൽ നമ്മുടെ റോബിൻ വില്യംസ് എന്ന് പറയുന്ന ഒരു പ്രശസ്ത നടനുണ്ട്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ളൊരു നടനാണ് അദ്ദേഹം. അതുപോലെ ഹിന്ദി ഫിലിം സ്റ്റാർ കാജോൾ. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. നിങ്ങളവരുടെ ഇൻ്റർവ്യൂകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്വന്തമായിട്ടൊരു നല്ല കുറച്ച് ഒരു വ്യക്തിത്വവും അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അവരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതുപോലെ മൈക്കലാഞ്ചലോ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കല്ലിനുള്ളിലെ മാലാഖയെ കാണാനും അതിനെ കൊത്തിയെടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ. അപ്പം ആ ചതയ നക്ഷത്രക്കാർക്ക് ആ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. മറ്റ് ഓരോ വസ്തുക്കളുടെ അകത്തുള്ള ആ ബ്യൂട്ടി കണ്ടെത്താനും അതിനെ ഒരു എന്താ പറയുക വളരെയധികം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു കഴിവ് അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു പ്രചോദനം പറയുവാണെങ്കിൽ മുറിവുകളിലൂടെയാണ് നിങ്ങളിലേക്ക് പ്രകാശം കടന്നു വരുന്നത്. നിങ്ങളുടെ ശൂന്യമായ വൃത്തം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ശൂന്യതയല്ല, മറിച്ച് അനന്തമായ സാധ്യതകളിലേക്കുള്ള ഒരു കവാടമാണത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ നിശബ്ദത യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങളുടെ സത്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകരെ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങൾ മറ്റ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ എല്ലാവരും കാണുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കളുടെ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെ ഭാവി സംബന്ധമായ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മദിനം, ജനന സമയം, ജന്മസ്ഥലം, എന്താണ് പരിശോധിക്കേണ്ട വിഷയം എന്നിവ ദയവായിട്ട് സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇമെയിലായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. പക്ഷേ നിങ്ങൾ യാഹൂ പോലുള്ള മെയിൽ ബോക്സിൽ നിന്നൊക്കെയാണ് അയക്കണമെങ്കിൽ നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്പാമിലും കൂടെ ഒന്ന് നോക്കുള്ളൂ കേട്ടോ. കാരണം ചില മെയിലുകൾ ജിമെയിലിൽ നിന്ന് അയക്കുന്നത് യാഹൂവിലൊക്കെ സ്പാമിലേക്ക് പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ ഇട്ടാൽ മതി, അതിൽ തന്നെ ഞാൻ മറുപടി തരാം കേട്ടോ. അതെല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷകരമായൊരു ജീവിതം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.